സ്വന്തം അനുഭവങ്ങളെ, മണ്ണിനെ നന്ദനാർ തൊട്ടുണർത്തുമ്പോൾ, അടയാളപ്പെടുത്തുമ്പോൾ, അന്നവിടെ ഉരുവമെടുത്ത ആ ജീവിതം ഒരു പടുമുളയായിരുന്നില്ല, പാഴ്മരമായിരുന്നില്ല, ആഴങ്ങളിൽ വേരിറങ്ങി ആകാശം മുട്ടി നിൽക്കുന്ന വടവൃക്ഷം തന്നെയായിരുന്നു എന്ന് നമ്മൾ അറിയും. അനുഭവങ്ങളിലൂടെ, ആത്മാവിൻ്റെ നോവുകളിലൂടെ, അനുഭൂതികളുടെ ലോകത്തിലൂടെ ജീവിതം അവസാനിക്കുന്നില്ല എന്ന് വീണ്ടും വീണ്ടും പറയാനിഷ്ടപ്പെട്ട ഒരു കഥാകാരൻ. അതിനപ്പുറം ഒരു മനുഷ്യൻ, വെറുമൊരു പച്ചമനുഷ്യൻ. നന്ദനാർക്ക് സ്മരണാഞ്ജലികൾ. അടയാളങ്ങൾ നന്ദനാരുടെ ജീവിതത്തിനെയും അദ്ദേഹത്തിൻ്റെ രചനകളെയും ആസ്പദമാക്കിയിട്ടുള്ള അദ്ദേഹത്തിനുള്ള ട്രിബ്യൂട്ടായിട്ടുള്ള, അദ്ദേഹത്തിൻ്റെ സ്മരണാഞ്ജലി ആയിട്ടുള്ള ഒരു സിനിമയാണ്. അടയാളങ്ങൾ എന്നുള്ള പേരിലേക്ക് ഞങ്ങൾ എത്തുമ്പോൾ തന്നെ അതിന് പ്രധാനപ്പെട്ടൊരു കാരണം ഉണ്ടായിരുന്നു. നമ്മൾ ചില അടയാളപ്പെടുത്തലുകൾ നടത്തുകയാണ്. ഓരോരുത്തരും ഓരോ രീതിയിൽ സ്വന്തം അടയാളങ്ങൾ ഉണ്ടാക്കുന്നു. ചില അടയാളങ്ങൾ മായാതെ നിലനിൽക്കുന്നു, കാലം കടന്നു ചെന്നിട്ടും നിലനിൽക്കുന്നു. നന്ദനാർ അദ്ദേഹത്തിൻ്റെ ആ കഥയിലെ, അല്ലെങ്കിൽ ആ കഥാപരിസരത്തെ കാലം എന്നുള്ളത് സെക്കൻഡ് വേൾഡ് വാറിൻ്റെ, രണ്ടാം ലോക യുദ്ധത്തിൻ്റെ കാലമാണ്. ആ കാലത്തിനെ ബേസ് ചെയ്തുകൊണ്ടൊരു കഥ എഴുതിയത് ഇന്നും വളരെ അടയാളപ്പെടുത്തിയ പോലെ തന്നെ ആ കഥ മാത്രമല്ല അദ്ദേഹത്തിൻ്റെ സാഹിത്യ രചനകളൊക്കെ തന്നെ നിലനിൽക്കുന്നു. അപ്പോൾ ശരിക്കും ഇത് നമ്മളിപ്പോൾ നിൽക്കുന്നത് എൻ്റെ പ്രദേശത്താണ്, ഞാൻ വളർന്ന പ്രദേശത്താണ്. ഈ പ്രദേശം നന്ദനാരുടെ പ്രദേശമാണ്. വള്ളുവനാടൻ സംസ്കൃതിയുടെ അടിസ്ഥാനത്തിൽ ജീവിക്കുകയും ഇവിടെ ആവിഷ്കരിക്കുകയും മൺമറഞ്ഞു പോവുകയൊക്കെ ചെയ്ത, ഇപ്പോഴും നിലനിൽക്കുന്ന പലരുടെയും പ്രദേശമാണ്. ഈ സിനിമയെ സംബന്ധിച്ചോളം അതിൻ്റെ രൂപപ്പെടൽ തന്നെ ഒരു വലിയ സന്തോഷമുള്ള, ഏകദേശം 2007 ചെയ്തിട്ടുള്ള സിനിമ ഇന്ന് 2012 ഇവിടെ നിന്ന് അതിനെക്കുറിച്ച് സംസാരിക്കുമ്പോൾ അതിൻ്റെ മേക്കിംഗ് തന്നെ വളരെ ആവേശകരമായിട്ടുള്ള ഒന്നായിരുന്നു. ഇപ്പോൾ നമ്മൾ മലയാള സിനിമ അഭിമുഖീകരിക്കുന്ന പ്രതിസന്ധികൾ, പ്രശ്നങ്ങൾ, അത് മറികടക്കാനുള്ള ശ്രമങ്ങളൊക്കെ നടക്കുന്ന ഈ കാലത്ത്, അതിനു മുമ്പ് ഒരു പക്ഷേ പറയുകയാണെങ്കിൽ 15 ദിവസം കൊണ്ടാണ് ഈ സിനിമ ഷൂട്ട് ചെയ്ത് തീരുന്നത്. ഈ പ്രദേശത്ത് നാടകരംഗത്തായിട്ട് പ്രവർത്തിക്കുന്ന, പല നിലയ്ക്ക് സാംസ്കാരിക രംഗത്ത് പ്രവർത്തിക്കുന്ന എൻ്റെ നാട്ടിലെ സാധാരണ ആളുകളാണ് ഇതിലെ കഥാപാത്രങ്ങളും അഭിനയിച്ച മിക്കവാറും ആൾക്കാർ, താരങ്ങളല്ല കൂടുതലുള്ളത്. അപ്പോൾ അതിൻ്റെ മേക്കിങ്ങിൽ ഈ സിനിമ ഉണ്ടായതിന് ശേഷം ആ കൃതിയോട് നീതി പുലർത്താനായി എന്നുള്ള എൻ്റെ വിശ്വാസം നിലനിൽക്കുന്നുണ്ട്. എൻ്റെ പ്രിയപ്പെട്ട ഒരു സിനിമയാണത്. പ്രിയപ്പെട്ട സിനിമകൾ എന്ന് പറയുമ്പോൾ ഇനിയും പ്രിയപ്പെട്ട സിനിമകൾ വരാനുണ്ട് എന്നുള്ള പ്രതീക്ഷയിലാണ് ഫിലിം മേക്കർ എന്നുള്ള നിലയ്ക്ക് ഞാനും, എൻ്റെ സിനിമ കാണാൻ ഇഷ്ടപ്പെടുന്ന ആൾക്കാരും ഉണ്ടാവുക എന്ന് തീർച്ചയാണ്. പക്ഷേ എന്നെ സംബന്ധിച്ചോളം ഈ അടയാളപ്പെടുത്തൽ ഒരു പ്രിയപ്പെട്ട ഒന്നായിട്ട് മാറുന്നുണ്ട് തീർച്ചയായിട്ടും. ഒഴുകുന്ന പുഴയെക്കുറിച്ച് പറഞ്ഞു തന്നു, മിടിക്കുന്ന ജീവിതം കാട്ടിത്തന്നു. നന്ദനാരുടെ ബാല്യത്തിനെ ഓർമ്മിപ്പിക്കുന്ന ഗോപിയുടെ, 10 വയസ്സുകാരൻ ഗോപിയുടെ ഗുരുവായ ഭാസ്കരക്കുറുപ്പ് ഈ സിനിമയിൽ പറയുന്നതാണ്, അടയാളങ്ങൾ പറയുന്നതാണ്. ആ കഥാപാത്രം അവതരിപ്പിച്ചത് പ്രസിദ്ധ സംവിധായകനായ TV ചന്ദ്രനാണ്. ഗോപിക്ക് ഈ പുഴയെക്കുറിച്ച് അറിയോ? ഇതെവിടുന്നാണ് ഒഴുകി വരുന്നത്, എവിടേക്കാണ് ഒഴുകിപ്പോണത് എന്നൊക്കെ അറിയോ? പുഴ ഒരു സംസ്കൃതിയാണ്. നമ്മുടെ എല്ലാത്തരം സാംസ്കാരിക പ്രവർത്തനങ്ങളും സാമൂഹ്യ പ്രവർത്തനങ്ങളും ഒക്കെ അതിൻ്റെ പശ്ചാത്തലത്തിലൊരു പുഴ നമുക്ക് കണ്ടെത്താനാവും. പാലക്കാട് പശ്ചിമഘട്ടങ്ങളിൽ നിന്ന് ഉത്ഭവിച്ച് ഈ പ്രദേശത്തൂടെയൊക്കെ ഒഴുകിപ്പോയി അറബിക്കടലിൽ അസ്തമിക്കുമ്പോൾ നമ്മൾ ഓർക്കാറുള്ളൊരു വാചകമുണ്ട്, ഒരു പുഴയിൽ ഒരു തവണയെ മുങ്ങി നിവരാനാകുമെന്ന്. ഒരു തവണ മുങ്ങി നിവർന്ന് വീണ്ടും മുങ്ങുമ്പോഴേക്കും പുഴ മാറിയിട്ടുണ്ടാവും. അടയാളങ്ങളിൽ പലപ്പോഴും നന്ദനാരുടെ കൃതികളിലുമൊക്കെ കണ്ട പുഴയെക്കുറിച്ചുള്ള ഒരു നിലപാടുകൾ എൻ്റെ ഫിലിം മേക്കിങ്ങിൽ വളരെയധികം സ്വാധീനിച്ചതാണ്. ദൂരെ മലകളിൽ നിന്ന് നീർച്ചാലുകളായി ഒലിച്ചു വന്ന് പിന്നെ വലിയൊരു ഒഴുക്കാവും. എന്നിട്ട് ഇതിൻ്റെ കരയിലുള്ള ജീവജാലങ്ങൾക്കൊക്കെ, മനുഷ്യർക്കും പക്ഷികൾക്കും
പറവുകൾക്കൊക്കെ കുടിനീര് കൊടുത്ത് മഹാസമുദ്രത്തിൽ ചെന്ന് അവസാനിക്കും, അസ്തമിക്കും. ചിലപ്പോൾ ഉതിരം മറിഞ്ഞ് ചുഴികളും കുത്തൊഴുക്കും ഉണ്ടാവും. വേറെ ചിലപ്പോൾ കണ്ണീര് പോലെ തെളിഞ്ഞതാവും. ഗോപിയെ, ഈ പുഴ ജീവിതം പോലെയാണ്. അല്ല, ജീവിതം തന്നെയാണ്. പക്ഷേ ഇപ്പോൾ ഈ പുഴ കണ്ണീര് പോലെ തെളിഞ്ഞതല്ല, യഥാർത്ഥത്തിൽ കണ്ണീരായി മാറിയിരിക്കുകയാണ്. ഇവിടെ ഈ പുഴയും ഇതിൻ്റെ പരിസര പ്രദേശങ്ങളിലെ പാടങ്ങളും കാടുകളും കുന്നുകളുമൊക്കെ, ഇടിച്ചു നിരത്തപ്പെട്ട കുന്നുകൾ, വറ്റി വരേണ്ട പുഴ. നമ്മളെ മഴ തീർന്നിട്ട് ദിവസങ്ങളായിട്ടില്ല, പക്ഷേ അപ്പോഴേക്കും തന്നെ ഈ പുഴയിലെ വെള്ളത്തിൻ്റെ സ്ഥിതി നമുക്ക് കണ്ടാൽ അറിയാം. ഇത് നമ്മളെന്താണ് നമ്മളെ ജീവിതത്തിൽ നഷ്ടപ്പെടുത്തുന്നത്, അല്ലെങ്കിൽ വരും തലമുറകൾക്ക് നമ്മൾ എന്താണ് നഷ്ടപ്പെടുത്തുന്നതിൻ്റെ ഏറ്റവും നല്ല ഉദാഹരണമാണ് ഈ പുഴ തന്നെ. ഈ പുഴ നിരവധി വള്ളുവനാടൻ സിനിമകൾക്ക് ശേഷം വീണ്ടും വള്ളുവനാടൻ പശ്ചാത്തലത്തിലൊരു സിനിമ ചെയ്യുമ്പോൾ എന്നെ സംബന്ധിച്ചോളം വളരെ വ്യത്യസ്തമായിട്ടുള്ള ഒരാവിഷ്കാരം അല്ലെങ്കിൽ ഒരാവർത്തനമാണെങ്കിൽ ആ സിനിമയുടെ അർത്ഥമുണ്ടായിരുന്നില്ല. ശരിക്കും ഞാൻ ജീവിച്ച് വളർന്ന എൻ്റെ ഈ പ്രദേശത്തെ പുഴയും ഇവിടുത്തെ മലകളും ഇവിടുത്തെ കുന്നും ഇവിടുത്തെ കൃഷിയും ഇവിടുത്തെ ജനങ്ങളുടെ സംസ്കാരവുമൊക്കെ എൻ്റെ അടയാളങ്ങൾ രൂപപ്പെടുത്തുന്നതിൽ വലിയ പ്രധാനപ്പെട്ട പങ്കാണ് വഹിച്ചത്. ഇപ്പോൾ സത്യത്തിൽ വലിയ സന്തോഷമല്ല ഈ പുഴയിൽ നിന്ന് ഇതിനെക്കുറിച്ച് സംസാരിക്കുമ്പോൾ എനിക്ക് തോന്നുന്നത്, ഇത് കണ്ണീര് പോലെ തെളിഞ്ഞതാണെന്ന് വിശ്വസിക്കേണ്ട കാര്യമില്ല. ഇത് കണ്ണീരായി മാറിയിരിക്കുകയാണ്. പ്രകൃതിയുടെയും മനുഷ്യൻ്റെയൊക്കെ കണ്ണീരായി മാറിയിരിക്കുകയാണ്. പ്രകൃതിയുടെ അപകടത്തിലേക്ക് പോകുന്ന പ്രകൃതിയുടെ ഒരു അടയാളപ്പെടുത്തലായിട്ട് ഈ പുഴ ഇപ്പോൾ മാറിയിരിക്കുകയാണ്. കണ്ടോ, വഴുവഴുത്ത വെള്ളാരം കല്ല്. കാലടി ഉറപ്പിച്ച് നിന്നില്ലെങ്കിൽ വഴിക്ക് ഒഴുക്കിൽ പെട്ടുപോകും, പുഴയുടെ ആഴത്തിലേക്ക് കൊണ്ടുപോകും. കുന്തിപ്പുഴയിലെ കല്ല് പോലെ എന്ന് പറയും. വക്കും മൂലകളെല്ലാം തേഞ്ഞ് ഉരുണ്ടുരുണ്ട് പൂപ്പൽ പിടിച്ച്. കുന്തിപ്പുഴയിലെ കല്ല് പോലെ ആകരുത് ജീവിതം എന്നാണ് ഭാസ്കരക്കുറുപ്പ് പറയുന്നത്. കുന്തിപ്പുഴയിലെ കല്ലിൻ്റെ ഒരു പ്രത്യേകതയുണ്ട്. അത് ഉരുണ്ടുരുണ്ട് തട്ടി വന്നിട്ട് അതിൻ്റെ വക്കും മൂലകളുമൊക്കെ ഇല്ലാതാവും. അങ്ങനെ ജീവിതത്തിൻ്റെ എല്ലാ ഷാർപ്പ്നെസ്സുകളും പോയി ജീവിതം ഇങ്ങനെ ഒരു വഴുക്കൽ പിടിച്ച കല്ല് പോലെ, വെള്ളാരം കല്ല് പോലെ ആകുന്നൊരവസ്ഥയാണ് നമുക്ക് സംഭവിക്കുന്നത്. പക്ഷെ അങ്ങനെ ആകരുത് എന്നാണ് നന്ദനാരെ ഒരു പക്ഷേ ഭാസ്കരക്കുറുപ്പ് പഠിപ്പിക്കുന്നത്, അല്ലെങ്കിൽ എന്നെ പഠിപ്പിച്ചിട്ടത്. ഞാൻ അടയാളങ്ങളിലൂടെ ഈ ആവിഷ്കാരത്തിലൂടെ പറയാൻ ശ്രമിക്കുന്ന കാര്യം അതുതന്നെയാണ്. വഴുവഴുത്ത വെള്ളാരം കല്ല് പോലെ ആവരുത് ജീവിതം. ഇതിൻ്റെ ഒഴുക്കും അതേസമയത്ത് തന്നെ അതിൻ്റെ ഷാർപ്പ്നെസ്സുകളുമൊക്കെ, ജീവിതത്തിൻ്റെ ഷാർപ്പ്നെസ്സുകളൊക്കെ നിലനിർത്താൻ ഈ കൊച്ചു ജീവിതത്തിൽ നമ്മളെല്ലാവരും ചെയ്യേണ്ടതാണെന്നാണ് എനിക്ക് തോന്നാറുള്ളത്. കേമനായിരുന്നേ ഭാസ്കരക്കുറുപ്പ്. എന്നും എപ്പോഴും എല്ലാം നാട്ടുകാർക്ക് വേണ്ടി മാത്രം. മോഹൻദാസ് കരംചന്ദ് ഗാന്ധിയായിട്ട് ഈ നാട്ടിലെ നേരിട്ട് ബന്ധമുണ്ടായിരുന്ന ഒരേ ഒരാളല്ലേ അദ്ദേഹം. യുദ്ധം വേണ്ട എന്ന് ഭാസ്കരക്കുറുപ്പ് എപ്പോഴും പറയും. എന്നിട്ടോ യുദ്ധത്തിനെതിരായിട്ട് യുദ്ധം തുടങ്ങി. അന്ന് അദ്ദേഹം പടിപ്പര തുറന്നത് എൻ്റെ ജീവിതത്തിലേക്കായിരുന്നു. ഭാസ്കരക്കുറുപ്പ്. ഗോപിയെ, സ്ലേറ്റൊക്കെ പൊട്ടിയെടുക്കണമല്ലേ? സ്കൂളിൽ പോകണ്ടേ എനിക്ക്? വാ. പഠിച്ച് വലിയ ആളാവണം. എന്നിട്ട് അമ്മയും താഴാതെയും നോക്കണം. ഗോപി കേൾക്കണില്ലേ? ഞാൻ നല്ലോണം പഠിക്കും. ടി ജി രവി അവതരിപ്പിക്കുന്ന കഥാപാത്രം രാമൻ നമ്പൂരി പറയുന്ന വാചകങ്ങളുണ്ട്. രാത്രിക്ക് പകലുണ്ടാവാതെ കഴിയില്ല, വേനച്ചൂടിന് മഴയും, വിഷമിക്കാണ്ടിരിക്കുക താൻ എന്ന് ഗോപിയോട് രാമൻ നമ്പൂരി പറയുന്നുണ്ട്. ആരോടും പകയില്ല, പ്രതികാരമില്ല. എൻ്റെ കുറ്റങ്ങളും കുറവുകളും മനസ്സിലാക്കി എന്നെ സ്നേഹിച്ച എല്ലാവരെയും ഓർമ്മയുണ്ട്. അമ്മയോടൊപ്പുറപ്പുകളെയും നോക്കണം, പാവങ്ങൾ. ഒരു കരയെത്തണം, രാത്രിക്ക് പകലുണ്ടാവാതെ വയ്യ, വേനച്ചൂടിന് മഴയും. ഗോപി അങ്ങനെയാണ് പറഞ്ഞ് അവസാനിപ്പിക്കുന്നത്.
ജീവിതത്തിനെക്കുറിച്ചുള്ള ഒരു പ്രതീക്ഷയിലാണ് നമുക്ക് ഒരു അടയാളപ്പെടുത്തേണ്ടത് എന്ന് തോന്നാറുണ്ട്. ഒരു വിശ്വാസമൊക്കെ വേണം അവനവന്. പിടിച്ചു നിൽക്കും, ഒരു കര പറ്റും, അങ്ങനെ ആലോചിക്കണം. ഗോപി ഇപ്പം നന്നേ ചെറിയ കുട്ടിയൊന്നുമല്ല. ഒന്നിനെക്കോണം പോന്നണ്ണു. ഒരു പ്രതീക്ഷ അത് വിടരുത്. ഇപ്പോൾ ഒരു പ്രതീക്ഷയും ഒന്നിനെ പറ്റി ഇല്ലാണ്ടായിരിക്കണം. അങ്ങനെ ചിന്തിക്കരുത്. നോക്കുക, ആചാര്യ വരുന്നുണ്ട് അടുത്ത ആഴ്ച ബോംബെന്നേ. ഞാനൊന്ന് പറഞ്ഞു നോക്കട്ടെ ആ വിദ്വാനോട് തൻ്റെ കാര്യം. ഒരു ഹോട്ടൽ പണി തരപ്പെടുത്താനെങ്കിലും അയാൾക്ക് കഴിയും. ഹോട്ടൽ പണിയെങ്കിൽ ഹോട്ടൽ പണി. ഗോപിയെ രാത്രിക്ക് പകലുണ്ടാവാണ്ട് കഴിയില്ല. വേനച്ചൂടിനും മഴയും. വിഷമിക്കാണ്ടിരിക്കുക താൻ. ഇത് മലയാളത്തിലെ പ്രിയപ്പെട്ട ചലച്ചിത്രകാരൻ പത്മരാജൻ അദ്ദേഹത്തിൻ്റെ ഒടുവിലത്തെ ചിത്രം ഞാൻ ഗന്ധർവൻ ഷൂട്ട് ചെയ്ത, അതിൻ്റെ ക്ലൈമാക്സ് ഷൂട്ട് ചെയ്ത സ്ഥലമാണ്. ഇവിടെയാണ് അടയാളങ്ങളിലെ ഗോപി മീനാക്ഷിക്കുട്ടിയിൽ നിന്ന് യാത്ര പറഞ്ഞ് പിരിഞ്ഞു പോകുന്നത് ഞാൻ ചിത്രീകരിച്ചത്. എൻ്റെ വലിയൊരു സന്തോഷമായിരുന്നു. പക്ഷേ ഇന്ന് ഈ പുഴയെക്കുറിച്ച് നമ്മൾ ആലോചിക്കുമ്പോൾ എന്താണ് നമുക്ക് നഷ്ടപ്പെട്ടത് എന്ന് ആലോചിക്കേണ്ട ഉത്തരവാദിത്വം നമുക്കുണ്ട്. യുദ്ധത്തിനെ ഒട്ടും ഇഷ്ടപ്പെടാത്ത, യുദ്ധത്തിനെതിരായിട്ടുള്ള നിലപാടുള്ള നന്ദനാർ സ്വന്തം ജീവിതത്തിൽ യുദ്ധമുഖത്തേക്ക് പോകേണ്ടി വരുന്നു. അദ്ദേഹത്തിൻ്റെ ആത്മകഥാംശമുള്ള കഥാപാത്രം പാടത്തുപറമ്പിൽ ഗോപിനാഥൻ ഈ സിനിമയിൽ പട്ടാളത്തിലെ യുദ്ധത്തിന് വേണ്ടി പോവുകയാണ്, ജോലിക്ക് വേണ്ടി, അന്നത്തിന് വേണ്ടി പോവുകയാണ്. ഇത് കണ്ടംപററി ആവുന്നത്, ഇപ്പോഴത്തെ അവസ്ഥകളുമായിട്ട് ബന്ധപ്പെട്ടതാകുന്നത് ഇതുപോലെ മലയാളി യുവത്വം എന്നുള്ളത് ഇന്നും തൊഴിലിന് വേണ്ടി മറുനാടുകളിലേക്ക് പോകേണ്ടി വരികയും സ്വന്തം ഇഷ്ടങ്ങളെ, പ്രിയങ്ങളെ വിട്ടുകൊണ്ട് പുറത്തു പോവുകയും ചെയ്യേണ്ട അവസ്ഥയാണ്. യുദ്ധത്തിനെ വെറുക്കുന്ന നന്ദനാർ യുദ്ധമുഖത്തേക്ക് എത്തിപ്പെട്ട പോലെ തന്നെ ഇന്നും ആസന്നമായ യുദ്ധത്തിൽ നമ്മൾ നിൽക്കുകയാണ്. ഏറ്റവും പുതിയ കാര്യം എന്നുള്ളത് വെള്ളത്തിന് വേണ്ടിയാണ് അടുത്ത ലോകയുദ്ധം ഉണ്ടാവുക, ജലത്തിന് വേണ്ടിയാണ് അടുത്ത ലോകയുദ്ധം ഉണ്ടാവുക എന്ന് വളരെ കൃത്യമായി നമ്മളെ ഓർമ്മിപ്പിക്കുന്ന സാമൂഹ്യമായ അവസ്ഥയിലാണ് നമ്മൾ ജീവിക്കുന്നത്. നമ്മുടെ നാട്ടിലിങ്ങനെ കുപ്പിവെള്ള കമ്പനികൾ, ചരിത്രമുറങ്ങുന്ന ഐതിഹ്യം ഉള്ള പ്രദേശങ്ങളായിട്ടുള്ള തച്ചുകുന്ന് പോലെയുള്ള എൻ്റെ ഗ്രാമത്തിലെ പ്രദേശങ്ങളിൽ കുപ്പിവെള്ള കമ്പനി വരാൻ തുടങ്ങുന്ന സാഹചര്യത്തിൽ വെള്ളത്തിന് വേണ്ടിയാണ് മനുഷ്യൻ യുദ്ധം ചെയ്യുക എന്നുള്ള യാഥാർത്ഥ്യം നമ്മൾ മനസ്സിലാക്കുന്നു. സ്കൂളിൽ പട്ടാളത്തേക്ക് ആളെ എടുക്കണ്ടേ? നാളെ സെലക്ഷൻ. പൊക്കോള. ഗോപിയേ, പൊക്കോളൂ. ആരുടെയും കണ്ണും വെട്ടത്ത് നിൽക്കണ്ട. ശാപം കിട്ടാൻ നിന്നു കൊടുക്കണ്ട. പോയില്ലെങ്കിൽ തളം കെട്ടിക്കിടന്ന് നാറി മുടക്കണ വെള്ളം പോലെയാവും ജീവിതം. അച്ഛനെപ്പോലെ ഒന്നിനും കൊള്ളാത്തവനാന്ന് കേൾപ്പിക്കണ്ട. എൻ്റെ മകൻ പോണം, അമ്മയും കുട്ടികളെയും നോക്കണം.
നന്നായി വരും. ഈ അടയാളപ്പെടുത്തലുകൾ പുതിയ ജനറേഷനെ, പുതിയ തലമുറയെ കൃത്യമായി ഓർമ്മിപ്പിക്കും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അല്ലെങ്കിൽ അത് ഓർക്കാനും നമ്മുടെ ചരിത്രവും നമ്മളെ ജീവിതമുണ്ടായിരുന്നതും അടുത്ത തലമുറയിലേക്ക് കൈമാറേണ്ട ജീവിതം ആ അടുത്ത തലമുറയിലേക്ക് കൃത്യമായി എത്തിക്കാൻ പുതിയ തലമുറയ്ക്കും ബാധ്യതയുണ്ട് എന്നുള്ള തിരിച്ചറിവിലേക്ക് പുതിയ തലമുറ എത്തേണ്ടതുണ്ട്. അതിന് പ്രേരിപ്പിക്കുന്ന ഒന്നായിരിക്കും അടയാളങ്ങൾ ഉണ്ടാക്കിയ രീതി, അടയാളങ്ങൾ എന്ന സിനിമ ആവിഷ്കരിക്കാൻ ശ്രമിച്ച കാര്യം. ഈ പ്രദേശത്തിൻ്റെ ഒരു സിനിമാ ചരിത്രം, ഇവിടെ നിരവധി സിനിമകളുടെ, വള്ളുവനാടൻ സിനിമകളുടെ ഒരു പ്രദേശമാണ്, സിനിമകൾ ഷൂട്ട് ചെയ്ത പ്രദേശമാണ്. ഇപ്പോഴും ഈ പുഴയെക്കുറിച്ചാണ് MT എഴുതിക്കൊണ്ടിരിക്കുന്നത്. MT പറയുന്ന ഈ പുഴയെ രക്ഷിക്കാൻ ഇനി ആർക്കും സാധ്യമല്ല എന്ന് പത്ര റിപ്പോർട്ട് ഇപ്പോൾ അടുത്ത ദിവസം വന്നിരിക്കുകയാണ്. പുഴ ഇല്ലാതെയാവുന്നു, കുന്നുകളില്ലാതെയാവുന്നു. നമ്മളൊക്കെ വ്യക്തിപരമായിട്ടുള്ള ഒരു വേലിക്കകത്തേക്ക്, മതിൽക്കെട്ടിനകത്തേക്ക് മാറിക്കൊണ്ടിരിക്കുമ്പോൾ പുതിയ തലമുറയിൽ, എന്നെ സംബന്ധിച്ചിടത്തോളം എപ്പോഴും പുതിയ തലമുറയിൽ പ്രതീക്ഷയുള്ള ഒരാളാണ് ഞാൻ. പുതിയ തലമുറ പുതിയ രീതിയിൽ ഈ കാര്യങ്ങൾ ഏറ്റെടുക്കാൻ വേണ്ടി വരും എന്നെനിക്ക് തോന്നുന്നു. അപ്പോൾ മനുഷ്യൻ പ്രകൃതിയോട് ചെയ്യുന്ന ക്രൂരത, മനുഷ്യൻ പ്രകൃതിയെ മാറ്റി എടുക്കാൻ യോഗ്യതയുള്ള, അതിന് അവകാശമുള്ള, അർഹതയുള്ള ഒരു ജീവിയാണെന്ന് പൊതുവെ പറയുമ്പോൾ മാറ്റിയെടുത്തിട്ട് പ്രകൃതിയെ തന്നെ ഇല്ലാതാക്കുന്നു. അത് നമ്മളെ ഇല്ലാതാക്കലാണ്, നമ്മളെ മക്കളെ ഇല്ലാതാക്കലാണ്, വരും തലമുറകൾക്ക് ജീവിക്കാനുള്ള അവകാശത്തിന് ഇല്ലാതാക്കലാണ്. ഇതിൻ്റെ സമഗ്രമായിട്ടുള്ള ഒരു ആലോചന എൻ്റെ മനസ്സിലൂടെ ആ സമയത്ത് കടന്നു പോയിട്ടുണ്ട്. അടയാളങ്ങൾ ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും കടന്നു പോയിട്ടുണ്ട്. ഈ അടയാളപ്പെടുത്തൽ നമ്മൾ നടന്നു പോയ വഴികളിൽ, നമ്മുടെ മുമ്പേ നടന്ന ആൾക്കാരുടെ കാൽപ്പാടുകൾ, നടന്ന വഴികൾ, ആ കാൽപ്പാടുകൾ മാഞ്ഞു പോകാതിരിക്കാനുള്ള ഉത്തരവാദിത്വം നമുക്കുണ്ട്, നമ്മുടെ പിന്നീടുള്ള തലമുറയ്ക്ക് തീർച്ചയായിട്ടുണ്ട്. ഞാൻ എൻ്റെ ചെറുപ്പത്തെ ഇപ്പോൾ ഒന്ന് തൊടട്ടെ. ഇങ്ങനെയൊരു മഴയത്ത് ഒരു രാത്രിയിലാണത്രേ ഞാൻ ജനിച്ചത്. മരണത്തെ സ്നേഹിച്ചുകൊണ്ട് ജീവിക്കുക, ജീവിതത്തെ വെറുത്തുകൊണ്ട് ജീവിക്കുക. വയറിനെയും ഉടലിനെയും മനസ്സിനെയും വിശപ്പ് കാർന്നു തിന്നൊരു കാലമായിരുന്നു അത്. ഗോപി, പാടത്ത് പറമ്പിൽ ഗോപിനാഥൻ. സിനിമയായാലും നാടകമായാലും സാഹിത്യമായാലും നമ്മുടെ കാലത്തിനെ രേഖപ്പെടുത്തുന്നുണ്ട്. ഒരു കാലത്തുണ്ടായ സിനിമകൾ ആ കാലത്ത് മനുഷ്യൻ എങ്ങനെ ചിന്തിച്ചു, എങ്ങനെ ജീവിച്ചു, എങ്ങനെയാണ് സമൂഹത്തിനോട് പ്രതികരിച്ചത്, എന്തായാലും നമ്മുടെ സങ്കടങ്ങൾ, രോഷങ്ങൾ, ഇതൊക്കെ അതിനകത്ത് സ്വാഭാവികമായിട്ടും ഉണ്ടാവുന്നതാണ്. അത് പ്രതിഫലിക്കും. അങ്ങനെയാണ് ഒരു ഫിക്ഷനാണെങ്കിലും ഡോക്യുമെൻ്ററി ആണെങ്കിലും ഒക്കെ ഒരു ചരിത്രത്തിൻ്റെ രേഖയായിട്ട് മാറുന്നത്. നമ്മുടെ അടയാളങ്ങൾ മാഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇത് പറയുമ്പോൾ ഒരു നൊസ്റ്റാൾജിക്കായ രീതിയിൽ പഴമ ആണ് ഏറ്റവും നല്ലത് എന്ന് പറയുന്ന അർത്ഥത്തിലല്ല ഞാനത് പറയുന്നത്. തീർച്ചയായിട്ടും അങ്ങനെയല്ല. ആ നിലപാടിലാണ് പല ആൾക്കാരും എന്നെ സമീപിക്കാറുള്ളത്. പഴയ കാലം വളരെ നന്നായിരുന്നു, പുതിയത് മോശമാണെന്ന അർത്ഥത്തിൽ. പുതിയ ലോകത്തിൻ്റെ സാഹചര്യത്തിൽ പുതിയ യുവത്വത്തിനെ ജീവിക്കാൻ പ്രേരിപ്പിക്കുന്ന, അല്ലെങ്കിൽ മുന്നോട്ട് നയിക്കാൻ പ്രാപ്തരാക്കുന്ന നിലപാടുകളിലേക്ക് എത്തുന്നത്. പക്ഷേ അത് തീർച്ചയായിട്ടും പ്രകൃതിയുമായിട്ടും മനുഷ്യനുമായിട്ടും മറ്റ് ജീവജാലങ്ങളുമായിട്ടും ഒത്തുപോകുന്ന ഒന്നായിരിക്കണം എന്നുള്ളൊരവസ്ഥയുണ്ട്. അത് സംഭവിക്കുന്നില്ല പലപ്പോഴും. ആ ഒരു തിരുത്തൽ ഉണ്ടാകേണ്ടതാണ്. ആ തിരുത്തൽ സാംസ്കാരിക രംഗത്ത് നിന്ന്, ആക്ടിവിസത്തിൻ്റെ മേഖലകളിൽ നിന്ന്, സാമൂഹികമായിട്ടുള്ള പ്രവർത്തനങ്ങളിൽ നിന്ന് ഒക്കെ ഉണ്ടാവേണ്ടതാണ്. അപ്പോൾ ഒരു പ്രത്യേകമായിട്ടുള്ള അടയാളപ്പെടുത്തലാണ് നന്ദനാരുടെ കൃതികളെയും ജീവിതത്തെയും ആശ്രയിച്ചുകൊണ്ടുള്ള ഒരു പ്രത്യേകമായിട്ടുള്ള അടയാളപ്പെടുത്തലാണ് അടയാളങ്ങൾ എന്നുള്ള സിനിമ എങ്കിൽ തന്നെയും ഇത് പൊതു സാഹചര്യവുമായിട്ട് ചേർന്ന് നിൽക്കുന്ന ഒന്നാണ്. എനിക്ക് തോന്നുന്നു ആരും ഒന്നും സ്വന്തമായിട്ട് ജീവിതത്തിലേക്ക് ഇവിടെ കൊണ്ടുവരുന്നില്ല. നമ്മളുടെ ജീവിതത്തിൽ നിന്ന്, നമ്മൾ നടന്ന വഴികളിൽ നിന്ന്, നമ്മൾ മുൻഗാമികൾ നടന്ന വഴികളിൽ നിന്ന്, ഇനി മുന്നോട്ട് പോകേണ്ട വഴികളെക്കുറിച്ചുള്ള സങ്കല്പത്തിൽ നിന്ന്, അതിൻ്റെ സ്വപ്നങ്ങളിൽ നിന്നാണ് ആവിഷ്കരിക്കുകയും ഒക്കെ ചെയ്യുന്നത്. അങ്ങനെ ആവിഷ്കരിക്കുമ്പോൾ അത് കാൽപ്പാടുകൾ മാഞ്ഞു പോകാതിരിക്കാൻ പുതിയ വഴികളിലേക്ക് മുന്നോട്ട് പോകാനുള്ള ഊർജ്ജമായിട്ട് മാറുകയാണ് വേണ്ടത്. നഷ്ടപ്പെട്ടതൊക്കെ തിരിച്ചു പിടിക്കും. അമ്മയ്ക്കും സഹോദരങ്ങൾക്കും ഭക്ഷണം കൊടുക്കണമെന്നാണ് ഗോപിനാഥൻ നന്ദനാർ പറയുന്നത്. ഈ യാഥാർത്ഥ്യം
നമ്മളെ മുന്നിലുള്ള വലിയ പ്രശ്നം തന്നെയാണ്. അതിനെ നേരിടുക, പ്രത്യേകിച്ചും നന്ദനാർ ആവിഷ്കരിക്കുന്ന പ്രധാനപ്പെട്ട അദ്ദേഹത്തിൻ്റെ വിശപ്പുകളെക്കുറിച്ചുള്ള സങ്കല്പം നന്ദനാരെ വായിച്ചെടുക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന അതാണ് അടയാളങ്ങൾ ആവിഷ്കരിക്കാൻ ശ്രമിച്ചിട്ടുള്ളത്. അത് കണ്ണാടി നോക്കുമ്പോൾ കാണുന്നത് സ്വന്തം പ്രതിരൂപം തന്നെയാണെന്ന് സംശയിക്കുന്ന ഐഡൻറ്റിറ്റിയുടെ സ്വന്തം അസ്തിത്വത്തിൻ്റെ പ്രശ്നം തന്നെയാണ്. ഈ പ്രശ്നങ്ങൾ മൂന്നും ചേർത്ത് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ നൂറ്റാണ്ടുകൾ കഴിഞ്ഞാലും മനുഷ്യൻ്റെ വിഷയത്തിനെ വിശകലനം ചെയ്യാനുള്ള അടിസ്ഥാന ടൂളുകളായിട്ട് ഉപകരണങ്ങളായിട്ട് മാറുന്നുണ്ട്. അപ്പോൾ അത് ചരിത്രത്തിനെയും കാലത്തിനെയും ഒക്കെ ഒരു പഠിക്കലാണ് ശരിക്കും അതിൽ ഉണ്ടായിട്ടുള്ളത്. പുതിയ യുവത്വത്തിനെ ഏറ്റവും പോസിറ്റീവായിട്ട് നമ്മൾ കണ്ടുകൊണ്ട് പുതിയ യുവത്വത്തിനാണ് മക്കളിൽ നിന്നാണ് നമ്മളിനി പഠിക്കേണ്ടത് എന്ന് പറയുന്നത് പോലെ തീർച്ചയായിട്ടും മക്കളിൽ നിന്ന് പുതിയ ജനറേഷൻ നമ്മൾ പഠിക്കുന്ന പോലെ പുതിയ ജനറേഷന് ഒരുപാട് കാര്യങ്ങൾ പഠിക്കാനും നമ്മൾ മണ്ണിൽ നിന്ന് നമ്മൾ ഈ പുഴയിൽ നിന്ന് നമ്മുടെ പ്രകൃതിയിൽ നിന്ന് പഠിച്ച് മുന്നോട്ട് പോകാൻ കഴിയണം എന്നുള്ളൊരു മനസ്സാണ് ഈ അടയാളങ്ങളുടെ പുറകിൽ ഉണ്ടായിരുന്നത്. ചിരികൾ തോറുമിൻ പട്ടണത്തീപ്പൊരി ചിരികൾ തോറുമെൻ പട്ടടത്തിപ്പൊരി ചിതറിടുന്നോരരങ്ങത്തു നിന്നിനി. പുതിയ പുതിയ അടയാളപ്പെടുത്തലുകൾ തീർച്ചയായിട്ടും ഉണ്ടാകണം. അതിൻ്റെ കൂടെ നമ്മൾ സഞ്ചരിക്കണം. എൻ്റെയും ആഗ്രഹം പുതിയ അടയാളപ്പെടുത്തലുകളായിട്ട് വീണ്ടും പുതിയ സിനിമകളായിട്ട് വരണമെന്ന് തന്നെയാണ്. അല്ലെങ്കിൽ എൻ്റെ ജീവിതം സിനിമയുടെ യാത്രയുടെ കൂടെയായി തീരുമാനിച്ചിരിക്കുന്നൊരു കാലത്ത് പുതിയ ചെറുപ്പത്തെ ഒന്ന് തൊടാൻ വേണ്ടിയാണ് ഞാനും ശ്രമിക്കുന്നത്. അടയാളങ്ങളുടെ കഥ അവസാനിക്കുന്നില്ല, അടയാളങ്ങൾ അവസാനിക്കില്ല എന്നുള്ളത് തന്നെയാണ് യാഥാർത്ഥ്യം. അതിനിയും തുടർന്നുകൊണ്ടിരിക്കും. എനിക്ക് അടുത്ത ആഴ്ച നിങ്ങളോട് വീണ്ടും സംസാരിക്കാൻ ആഗ്രഹമുണ്ട്. നമുക്ക് കാണാം.